Let the words of our mouth and meditations of our heart be accepted unto thee. We ask this prayer in the most precious name of our Lord and Savior Jesus Christ. Amen. Please be seated. Praise the Lord, precious name of our Lord and Savior Jesus Christ. It is indeed a blessing to be with all on this beautiful Sunday morning. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം അനുവദിച്ച ദൈവകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I want to thank our dear Vibu Ebiachan and the church committee for the invitation to be a convention speaker in 2025. 2025 ഇവിടെ കൺവെൻഷൻ പ്രസിഡന്റായി തന്നെ ക്ഷണിച്ച ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട ദീപു എബിഅച്ചനോടും ചർച്ചയോടുള്ള പ്രത്യേകമായ നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. I thank God for the presence of K.T. Thomas Achan, Maman Achan and George Matthew Achan. K.T. Thomas Achanന്റെയും മാമൻ അച്ഛന്റെയും ജോർജ് മാത്യു അച്ഛന്റെയും സാന്നിധ്യത്തിനായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I was enjoying the hospitality of Chen and Pachama and kids for the last 3 days. I thank them and may God bless them and make them a blessing for many people in the years to come. അച്ഛൻ്റെയും കൊച്ചുമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ പരിപാലനത്തിനായി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം തുടർന്നുള്ള നാളുകളിലും അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I am happy to see many familiar faces within these 2-3 days. പല പരിചിത മുഖങ്ങളും ഒക്കെ കാണുവാൻ സാധിച്ചതിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Without much delay, shall we move forward to our topic? Our today's topic is peace in the midst of violence. സമയം ചുരുക്കോടെ ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അക്രമ പശ്ചാത്തലത്തിൽ സമാധാനം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. Peace in the midst of violence. അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനം. How can we have that peace that passes all understanding? സകലബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കും. As this is Convention Sunday, on Friday, fasting prayer we were thinking from the book of John, and in the evening we were thinking from the book of Job. Next day we were meditating upon the word of God from the Gospel of Mark. ഉപവാസപ്രാർത്ഥനാ ദിവസത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും കൺവെൻഷൻ ദിനങ്ങളിൽ യോബിന്റെ പുസ്തകത്തിൽ നിന്നും മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുമാണ് ദൈവവചനം ചിന്തിക്കുവാനായിട്ട് ഇടയായത്. Today I am going to meditate on this peace from the book of Revelation. വെളിപ്പാട് പുസ്തകം ആധാരമാക്കിയാണ് ഇന്ന് പീസ് സമാധാനം എന്നുള്ള ചിന്തയെ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. The book of Revelation. I don't know how many of you are reading Revelation regularly. നിങ്ങൾ എത്ര പേര് വെളിപ്പാട് പുസ്തകം ക്രമീകൃതമായിട്ട് വായിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Sometimes we may not be reading from the book of Revelation. പലപ്പോഴും നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന പതിവ് കുറവാണ്. It is an apocalyptic literature. അപ്പോകാലിപ്റ്റിക് സാഹിത്യം എന്നറിയപ്പെടുന്ന ഒരു സാഹിത്യ ശാഖയിലാണ് വെളിപ്പാട് പുസ്തകം കാണുവാനായിട്ട് സാധിക്കുന്നത്. As we know, the first 4 books of the New Testament are Gospels. ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണെന്ന് നമുക്കറിയാം. Then we read history of the church. സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത്. That's what we read in Acts. Then the letters of Paul and various authors. പൗലോസിന്റെ മറ്റ് അപ്പോസ്തലന്മാരുടെയും ലേഖനങ്ങളാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. Finally there is one book that is apocalyptic literature, and that is about what is going to happen in the future. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുവാനായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. It gives insight into the end times and eschatology. ഭാവിയെ പറ്റിയും യുഗാന്ത്യ ശാസ്ത്രത്തെ പറ്റിയുമാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. Sometimes we may say that it is the book of John. യോഹന്നാന്റെ പുസ്തകമാണെന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. Revelation of John. No, it is not the revelation of John, it is the revelation of Jesus Christ. എന്നാൽ യോഹന്നാന്റെ പുസ്തകമല്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. In the first beginning verse, Revelation chapter 1 verse 1, when we read that verse, we understand that
It is a revelation of Jesus Christ given to John through a messenger, angel. That is what we see in the picture. യേശുക്രിസ്തുവിനുണ്ടായ വെളിപ്പാടാണ്. ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന് കൊടുക്കുന്നു, അത് തന്റെ ദൂതനിലൂടെ യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു. So it is a revelation of God to Jesus Christ and then to John. അതുകൊണ്ട് അത് ദൈവത്തിന്റെ വെളിപ്പാട് യേശുക്രിസ്തുവിന് കൊടുക്കുന്നു, അത് യോഹന്നാനിലേക്ക് കടന്നു വരുന്നു. So it is the revelation of God. ദൈവത്തിന്റെ വെളിപ്പാടാണ് എന്ന് നമുക്ക് അതുകൊണ്ട് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. When we move through the revelation, so we understand there are several sevens in the book of Revelation. Revelation വെളിപ്പാട് പുസ്തകത്തിൽ അനേക ഏഴുകൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. There are 7 lampstands, 7 stars, 7 angels, 7 trumpets, 7 ports, and this continues. വെളിപ്പാട് പുസ്തകത്തിൽ ഏഴുകളുടെ പുസ്തകമാണെന്ന് പറയാറുണ്ട്. കാരണം അതിനകത്ത് 7 ദൂതന്മാരും 7 നിലവിളക്കുകൾ, 7 നക്ഷത്രങ്ങൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ, ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ലിസ്റ്റ് കാണുവാനായിട്ട് സാധിക്കും. Usually 7 is considered as a perfect number. പലപ്പോഴും 7 നമ്മൾ കാണുന്ന ഒരു പൂർണ്ണ സംഖ്യയായിട്ടാണ്. So today we are going to meditate upon 7 verses that starts with blessedness related to peace. സമാധാനമായിട്ട് ബന്ധപ്പെട്ട 7 വാക്യങ്ങൾ, അത് ബ്ലെസ്സഡ് എന്നുള്ള പദം കൊണ്ട് ആരംഭിക്കുന്ന 7 വാക്യങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. The word used in Greek is makarios. You may be familiar with that word. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് makarios എന്നുള്ള പദമാണ് ഗ്രീക്കിൽ ബ്ലെസ്സഡ് എന്നുള്ള പദത്തിന് ഉപയോഗിക്കുന്നത്. So blessed is someone who is not lucky, but someone God pleases. ദൈവം അനുഗ്രഹിക്കുന്ന ഒരുപക്ഷെ ഈ ലോകത്തിലെ ഭാഗ്യവാന്മാരെക്കാൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അനുഗ്രഹിക്കപ്പെട്ടവർ എന്നുള്ള പദം കാണുവാനായിട്ട് സാധിക്കുന്നത്. The word we use in Malayalam is അനുഗ്രഹിക്കപ്പെട്ടവർ. അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന പദമാണല്ലോ നമ്മൾ മലയാളത്തിൽ ഒരുപക്ഷെ അത് മനസ്സിലാക്കുന്നത്. ഭാഗ്യവാന്മാർ. It is not the one who is lucky, but it is a blessed one. ഒരു ഭാഗ്യമുള്ളവൻ എന്ന് പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുവാനായി ഇടയായിത്തീരുന്നത്. So when we go through the book of Revelation, we see in Revelation chapter 1 verse 3, blessed is the one who reads the words of this prophecy, and blessed are those who hear it and take to heart what is written in it, because the time is near. So who is the blessed one? The blessed one is the one who reads the words of this prophecy, the one who reads aloud the word of this prophecy. ദൈവത്തിന്റെ വചനം ഉറക്കെ വായിക്കുന്നവൻ, ഈ പ്രവചനത്തിലെ വാക്കുകൾ ഉറക്കെ വായിക്കുന്നവൻ, അത് വായിച്ചു കേൾപ്പിക്കുന്നവൻ, അത് എഴുതിയിരിക്കുന്നവൻ ഭാഗ്യവാൻ. So we are blessed. So we are blessed just because we hear from the word of God, we listen to it, and if you are obeying to it, we are going to be a blessed people. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമായി തീരുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, അതനുസരിക്കുമ്പോൾ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവയായിട്ട് തീരുന്നു എന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. There are beatitudes in the book of Matthew chapter 5 verses 1 to 12. ഭാഗ്യവർണ്ണനങ്ങളെ പറ്റി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 12 വാക്യങ്ങളാണ്. There are 7 beatitudes. There are 9 beatitudes that we read in the book of Matthew. മത്തായിയുടെ സുവിശേഷത്തിൽ 9 ഭാഗ്യവർണ്ണനകളാണ് നമ്മൾ ആവർത്തിച്ച് വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. Among them is chapter 5 verse 9. Blessed are the peacemakers, for they will inherit the kingdom of God. 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. And just I want you to repeat. നമ്മൾ ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് സാധിക്കും. So who is the blessed one? Blessed one is one who reads the words of this prophet. It was written around. It took around 1,600 years to complete this book. There were around 40 people from different strata of the world was writing this book. It is an inspired word of God. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ട വചനം ഏകദേശം 1600 വർഷങ്ങൾ കൊണ്ട് 40-ലധികം പേർ എഴുതിയ ദൈവത്തിന്റെ വചനമാണ്. But this is just one book. It is called Ta Biblia. Ta Biblia എന്നുള്ള പുസ്തകം എന്ന പദത്തിൽ ഉപയോഗിക്കുന്നത് ഒരു പുസ്തകമാണ് എന്നുള്ള രീതിയിലാണ്. So the one who reads the words of this prophecy, the one who reads
will be a blessed one. ആരൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നു അങ്ങനെയുള്ളവൻ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. Mark chapter 13 verse 31 says, the heaven and earth may pass away, but my words will not pass away. ആകാശം ഭൂമി മാറിപ്പോയാലും എന്റെ വചനത്തിന് മാറ്റമില്ല എന്ന് മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. So the flower fades and withers, but the word of God stands forever. Isaiah chapter 40 verse 6. യശയ്യാപ്രവാചകൻ 40-ാം അധ്യായത്തിൽ 6-ാം വാക്യം പറയുന്നു, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. If you want to know something about this life, you should go to the word of God. It is like a booklet that comes along with an electrical equipment. ഒരു ഇലക്ട്രോണിക് ഉപകരണത്തോടൊപ്പം ലഭിക്കുന്ന ഒരു പുസ്തകം പോലെയാണ് ദൈവവചനം. When God created us, God has a plan and purpose for our life. So what is our purpose about our life? So we can go back to the Bible and read from it. എന്താണ് നമ്മെപ്പറ്റി ദൈവത്തിന്റെ ഉദ്ദേശം? ദൈവത്തിന്റെ പുസ്തകത്തിലേക്ക് മടങ്ങിച്ചെന്ന് വായിക്കുവാനായിട്ട് സാധിക്കും. Can you just read Isaiah chapter 34 verse 16? യശയ്യാപ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ 14-ാം വാക്യം വായിക്കാം. Isaiah chapter 34 verse 16. And some youngsters can read from the Bible, or you can read Malayalam also, whichever language. Yeah. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതെ ഇരിക്കുകയില്ല, ഒന്നിനു വിലയില്ലാതെ ഇരിക്കുകയില്ല. അവന്റെ വായിൽ കത്തിച്ചത് അവന്റെ ആത്മാവ് അത്രയായി കൂട്ടിവെക്കും. It is the inspired word of God. So whatever you want, you go and search in the scripture, you will find a solution. ദൈവത്തിന്റെ ആത്മാവ് എഴുതപ്പെട്ട ദൈവവചനത്തിലേക്ക് അന്വേഷിച്ച് വായിക്കുമ്പോൾ ചില ഉത്തരങ്ങൾ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. The word of God is like a seed. That is what we read in 1 Peter chapter 1 verse 23. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവവചനം ഒരു വിത്താണ്, ഒരു ബീജമാണ്. 1 Peter chapter 2 verse 3 we read the word of God is pure milk. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ വായിക്കുന്നു ദൈവവചനം പാലാണ്. It nourishes our soul. നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. So once again I want to remind all of us that we should go through all the books of the Bible, the entire 66 books on a regular basis. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിന്റെ 66 പുസ്തകങ്ങളിൽ കൂടെയും മുന്നോട്ട് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കണം. അത് നിശ്ചയമായിട്ടും അനുഗ്രഹമായിട്ട് തീരുമാനമായിട്ട് ഇടയാകും. So usually we understand about peace is something as an absence of conflict. സമാധാനം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണ്. But the word of God says the peace is the presence of wholeness and well-being. ഒരു പൂർണ്ണതയെ പറ്റിയും ഒരു സമാധാന സന്തോഷത്തിന്റെ അവസ്ഥയെ പറ്റിയുമാണ് വേദപുസ്തകത്തിൽ സമാധാനത്തെ പറ്റി സൂചിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. What the world needs today is peace. In modern life there are stress, conflict and anxiety. ഒരുപക്ഷേ ഈ ആധുനിക ലോകത്തിൽ പലതരത്തിലുള്ള ആൻസൈറ്റിയും പലതരത്തിലുള്ള ജോലിയിലുള്ള സ്ട്രെസ്സും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ദൈവവചനം പറയുന്ന ദൈവത്തിന്റെ സമാധാനം നമുക്ക് ദൈവവചനത്തിൽ കൂടെ കാണുവാനായിട്ട് സാധിക്കും. Peace in hearing God's word. That is what we understand from Revelation chapter 1 verse 3. വെളിപ്പാട് 1-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ആ സമാധാനം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. Peace begins with God's word, not with world news. ഈ ലോകത്തിന്റെ വാർത്തകളിലെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ കൂടിയാണ് സമാധാനം ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത്. In a world of confusion, the word of God is a light. പ്രശ്നങ്ങളുള്ള ഒരു ലോകത്തിൽ ദൈവവചനം ഒരു പ്രകാശമായി തീരുകയാണ്. When there are storms in life, it is an anchor. ഒരുപക്ഷേ ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളിൽ ദൈവവചനം ഒരു നങ്കൂരമായിട്ട് തീരുന്നു. Word of God is a comfort in suffering. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കൂടി പോകുമ്പോൾ അത് ഒരു ആശ്വാസമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. So I want all of you to start reading Bible again and again. Even I want you to read the book of Revelation. അതുകൊണ്ട് ദൈവവചനം ആവർത്തിച്ച് വായിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അത് പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം വായിക്കുവാനായിട്ട് സാധിക്കും. Not only reading the Bible, we
we should meditate it and memorize it. ഒരുപക്ഷെ വായിക്കുക മാത്രമല്ല, അത് ധ്യാനിക്കുകയും മനഃപ്പാഠമാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. In John chapter 14 verse 27, the word of God says about the peace. Jesus says, the peace I give you, my peace I give to you. I do not give you as the world gives. Do not let your heart be troubled and do not be afraid. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. The world cannot give you peace if we go after film, fame, money or drugs. It cannot give us peace. ഒരുപക്ഷേ ഈ ലോകത്തിന്റെ മദ്യമോ മയക്കുമരുന്നോ ലഹരിയോ വിനോദങ്ങൾക്കൊന്നും സമാധാനം നൽകുവാനായിട്ട് സാധ്യമല്ല. The only person who can give us peace is Jesus Christ. യേശുക്രിസ്തുവിന് മാത്രമാണ് സമാധാനം നൽകുവാനായിട്ട് സാധിക്കുന്നത്. ദൈവവചനത്തിന് മാത്രമാണ് സമാധാനം നൽകുവാൻ സാധിക്കുന്നത്. Only word of God can give you peace. In Psalm 19 verse 165 we read, great peace have those who love your law, nothing can make them stumble. നിന്റെ വചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് പൂർണ്ണ സമാധാനമുണ്ട്. So if you turn our attention to the word of God, we will have more peace in our life. ദൈവവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. For blessed are the peacemakers, for they will be called sons of God. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. You may know the quote of Francis of Assisi. അസീസിയിലെ വിശുദ്ധനായ ഫ്രാൻസിസിന്റെ വരികൾ ഒരുപക്ഷെ നമുക്കറിയാം. Lord, make me an instrument of your peace where there is hatred, let me sow down. ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ജാലകമാക്കി തീർക്കണം. വിദ്വേഷമുള്ളിടത്ത് സ്നേഹം വിതയ്ക്കുവാൻ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. So when we go through the book of Revelation, there we see the first chapter of Revelation, the glorious presence of Jesus Christ. യേശു കർത്താവിന്റെ മഹത്വകരമായ പ്രത്യക്ഷതയെ പറ്റിയാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം കാണുവാനായിട്ട് സാധിക്കുന്നത്. So when we read verses 12 onwards, we see a pictures portrayal of Jesus Christ. യേശു കർത്താവിന്റെ വർണ്ണനകൾ നമ്മൾ കാണുകയാണ്. His hair and face shines like a white wool. തലയും തലമുടിയും പഞ്ഞി പോലെ വെളുത്ത യേശു കർത്താവ്. He is standing in between 7 lampstands. 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നു. He has a golden breastplate. അവൻ പൊന്നുകൊണ്ടുള്ള കച്ച കെട്ടിയിരിക്കുന്നു. In his right hand there are 7 stars. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങളുണ്ട്. That is the glorious image of Jesus Christ that we see in Revelation chapter 1. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിന്റെ രൂപം ഇതാണ്. Only Jesus can give us peace. യേശുവിന് മാത്രമേ സമാധാനം നൽകാൻ സാധിക്കൂ. കാരണം just because he has overcome the world, അവൻ ഈ ലോകത്തെ ജയിച്ചവനായ കർത്താവാണ്. So when we move on to chapter 2 and 3, we see 7 churches: Ephesus, Smyrna, Pergamos, Thyatira, Sardis, Philadelphia, and Laodicea. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെ പറ്റിയാണ് കാണുന്നത്. എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയതീര, സർദിസ്, ഫിലദൽഫിയ. These are the letters written to 7 churches. 7 സഭകൾക്ക് എഴുതുന്ന ദൂതുകളെ പറ്റിയാണ് 2 അധ്യായങ്ങളിൽ നമ്മൾ തുടർന്ന് വായിക്കുന്നത്. In chapter 4 we see the glorious presence of God. 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ തേജസ്സിനെ പറ്റി കാണുകയാണ്. There is a throne of God and 24 leaders of people are praising God. There are 4 creatures that praising God. 4 ജീവികൾ, 24 മൂപ്പന്മാർ, ദൂതഗണങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണുന്നു. When we come to the place of worship, we are supposed to give praise to God. That is what we see in heaven. നമ്മൾ ആലയത്തിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാനായിട്ട് സാധിക്കണം. When we read Isaiah chapter 6 verse 3, there we read, holy, 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 the Lord Almighty, the whole earth is full of His glory. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു. That is exact word that was Eugene was preaching today. നമ്മൾ ഇന്ന് Eugene കൂടെ കേട്ട വാക്കുകളാണ്. പരിശുദ്ധനായ ദൈവം, ആ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. That is exact word that we read in Revelation chapter 4 verse 8. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ അതേ വാക്യം തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. Holy, 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 the Lord Almighty. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. God is holy and we should worship God in spirit and in truth. John chapter 4 verse 24.
സുവിശേഷം 4:24 വാക്യം പറയുന്ന ദൈവം വിശുദ്ധരാണ്, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാനായിട്ട് സാധിക്കണം. When we move on to Revelation chapter 5 and 6, we see a scroll with 7 seals. 7 മുദ്രകളാൽ മുദ്രയിട്ട ഒരു സ്ക്രോളാണ് വെളിപ്പാട് പുസ്തകം 6 അധ്യായം കാണുന്നത്. They opened the scroll. Different things happen in this world. 7 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ഈ ലോകത്തെ പല സംഭവവികാസങ്ങളും നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. When we come to Revelation chapter 7, and then we see a multitude washed in the blood of God, and they are singing praises to God. 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. Again in chapter 8 and 9 we see 7 trumpets. 8-9 അധ്യായങ്ങളിൽ 7 കാഹളങ്ങളെ പറ്റി when they blow the trumpet, and there are many things happening in the world again. ഈ ലോകത്തിൽ മറ്റു പല സംഭവവികാസങ്ങൾ നടക്കുന്നതായിട്ട് 7 കാഹളങ്ങൾ ഊതുന്ന സമയത്ത് കാണുവാനായിട്ട് സാധിക്കും. In the book of Revelation chapter 10, there is we see a small book, and John was asked to eat that book, and it was sweet in his mouth, but it was bitter in his belly. യോഹന്നാനോട് ഈ ഒരു ചെറിയ പുസ്തകം തിന്നുവാനായിട്ട് ആവശ്യപ്പെടുന്നു. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്ന ചെറിയ പുസ്തകം തിന്നുമ്പോൾ വായിൽ മധുരമായിരുന്നെങ്കിലും വയറ്റിലത് കയ്പായി തീരുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നു. In Revelation chapter 11 we see 7 in chapter 7 we see 2 witnesses that is about to come in the days. ഈ ഭാവികാലത്ത് കാണുവാനുള്ള 2 സാക്ഷികളെ പറ്റി അവിടെ കാണുന്നു. When they die, the entire world will see it. അവരെ മരിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ കാണുവാനായിട്ട് സാധിക്കും. 10 years before we cannot imagine that, but now we can have life and we can telecast it anywhere, right? ഒരുപക്ഷെ 10 വർഷം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യം ഇന്ന് നമുക്ക് ആ വീഡിയോ എടുത്ത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ടൈം ഈസ് അറ്റ് ഹാൻഡ്. അതുകൊണ്ട് സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. From Revelation chapter 12 to 18, there we see Armageddon war and the preparation for the coming of Jesus Christ. യേശു കർത്താവിന്റെ വരവും അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന സംഭവങ്ങളെ പറ്റിയാണ് നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. So and when we come to chapter 14, there we read about death. That is the second word related to blessedness and peace. Peace in death. Are we afraid of death? 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് മരണത്തെ പറ്റി കാണുന്നത്. ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മരണത്തെ ഭയപ്പെടുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. Can we have peace when we die? നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരു സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കുമോ? Death is not an end, but it is a rest. വേദപുസ്തകത്തിൽ പറയുന്നത് മരണം എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു അവസാനമല്ല, ഒരു വിശ്രമമാണ്. When we read Daniel chapter 12 verse 13, and God is saying to Daniel that go take a rest and I will call you back. ദാനിയേലിനോട് പറയുന്നത് നീ പോവുക, വിശ്രമിക്കുക, നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും എന്ന് പറയുന്നു. Death is a doorway to perfect peace. ഒരുപക്ഷെ ഈ ലോകത്തിന്റെ കഷ്ടതകളിൽ നിന്ന് മാറ്റി സ്ഥിരമായ സമാധാനത്തിലേക്കുള്ള ഒരു വഴിയാണ് മരണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. Death releases us from the earthly burdens. ഈ ലോകത്തിലെ സകല കഷ്ടപ്പാടിൽ നിന്നും മരണം നമ്മെ മാറ്റുന്നു. For a child of God, death is not a ruin, but it is a rest. അതുകൊണ്ട് മരണം ഒരിക്കലും ഒരു നഷ്ടമല്ല. That is what we read in Revelation chapter 14 verse 13. Blessed are the dead who die in the Lord from now on. Yes, says the Spirit. They will rest from their labor, or their deeds will follow them. അതുകൊണ്ട് ദൈവവചനത്തിൽ പറയുന്നു മരിക്കുന്ന ഭാഗ്യവാന്മാരാണ്, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. Can someone read Revelation chapter 14 verse 13? ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്, അത് പറഞ്ഞത് എഴുതുക എന്നുള്ള കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ തുടരുന്നു. For their deeds will follow them. If we have done something good in the life, our deeds will follow us. We can leave a legacy behind us. നമ്മുടെ ജീവിതത്തിൽ നല്ലത് ചെയ്തെങ്കിൽ അത് നമ്മെ പിന്തുടരും. അങ്ങനെ ഒരു മാതൃക ഇട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. So death is not the end, it is a golden key to eternity. അതുകൊണ്ട് മരണം ഒരിക്കലും
ഒരു അവസാനമല്ല, നിത്യതയിലേക്കുള്ള ഒരു താക്കോലാണ് എന്ന് തിരിച്ചറിയുവാനായിട്ടിടയായിത്തീരും. When we move on to chapter 16 verse 15, there we read about peace in watchfulness. ശ്രദ്ധയോടെ ഇരിക്കുന്ന അവസ്ഥയിൽ ലഭിക്കുന്ന സമാധാനത്തെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. Revelation chapter 16 verse 15. Can someone read? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ 15-ാം വാക്യം വായിക്കാം. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുവാൻ നഗ്നനായി നടക്കാതിരിപ്പാൻ ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. Look, I come like a thief. Blessed is the one who stays awake and remains clothed, so as not to go naked and be shamefully exposed. We don't want to get exposed, but we have to be prepared for that. ഒരുപക്ഷേ നമ്മളെ വെളിപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, but we have to be ready for it. So guard your walk. ജീവിതത്തിന്റെ യാത്ര പരിശോധിക്കുവാനായിട്ട് സാധിക്കണം. Keep your testimony clean. നമ്മുടെ സാക്ഷ്യം വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കണം. Living daily with the expectation of Christ. We should live our life with the expectation of coming of Christ. യേശു കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുവാനായിട്ട് സാധിക്കണം. A prepared life is a peaceful life. ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ഒരു ജീവിതമാണ് സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. Are we prepared for the coming of Jesus Christ? യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് കാത്തിരിക്കുവാനായിട്ട് സാധിക്കും. That is what we read in Revelation chapter 19. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. Revelation chapter 19 verse 19. Can someone read? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 19-ാം വാക്യം വായിക്കാം. കുതിരപ്പുറത്തിരിക്കുന്നവനോട് അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയതും ഞാൻ കണ്ടു. മൃഗത്തെയും അതിന് മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് കുഞ്ഞാടിന്റെ കല്യാണസദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. Blessed are those who are invited to the wedding of the Son. We are blessed just because we are invited to the supper. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നാം കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. If we are washed in the blood of Jesus Christ and brought in innocence, we are invited as a guest. യേശു കർത്താവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവരായിട്ട് പുതുവസ്ത്രം ധരിച്ചവരാണെങ്കിൽ നമ്മൾ കർത്താവിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. We have peace because we are invited. നമ്മൾ ക്ഷണിക്കപ്പെട്ടവരായിരിക്കുന്നവർക്ക് ഉണ്ട് നമുക്ക് സമാധാനം. We are not strangers, we are not outsiders. നമ്മൾ പുറത്തുള്ളവരല്ല, നമ്മൾ അപരിചിതരല്ല, but we are invited guests at the table of the Lamb. കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാണ്. So we should be able to say I belong to Jesus. അതുകൊണ്ട് ഞാൻ കർത്താവിനുള്ളവരാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കണം. Then we can have that eternal peace. അപ്പോഴാണ് നമുക്ക് നിത്യമായ സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. When we move on to Revelation chapter 20 verse 6, there we read peace in the resurrection hope, a life after death. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പുനരുത്ഥാനത്തെ പറ്റി, ഈ മരണത്തിനപ്പുറമായ ഒരു ജീവിതത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Can someone read Revelation chapter 20 verse 6? ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാൻ. There is one resurrection, there is no second death. Bible talks about the second death, but the one who has only one death and one resurrection, they are blessed. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? ഒരു മരണം, ഒരു പുനരുത്ഥാനമുള്ളവൻ. വേദപുസ്തകം രണ്ടാം മരണത്തെ പറ്റി പറയുന്നു. രണ്ടാം മരണത്തിൽ പങ്കില്ലാത്തവൻ അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. Sin cannot accuse us. പാപത്തിന് നമ്മെ കുറ്റം വിധിക്കുവാനായിട്ട് സാധ്യമല്ല. Death cannot hold us. മരണത്തിന് നമ്മെ തടഞ്ഞു വെക്കുവാനായിട്ട് സാധ്യമല്ല. Hell has no power on us. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഹെല്ലിന് ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാതെ, നരകത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. This is the deepest foundation of peace. We have an assurance of eternal life. ഒരു വ്യക്തി ജീവിതത്തെ പറ്റി നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ we have eternal life. Are we assured of an eternal life? നമുക്കൊരു നിത്യ ജീവിതത്തെ പറ്റി ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ പറ്റി ഭാരപ്പെടേണ്ടതായിട്ട് കാര്യമില്ല.
Then we read in chapter 20 about the millennial reign of Jesus Christ. There is where we read about the first death and first resurrection. 20-ാം അധ്യായത്തിലാണ് യേശു കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയെ പറ്റി നമ്മൾ വായിക്കുന്നത്. അവിടെയാണ് മരണത്തെയും ഒന്നാമത്തെ പുനരുത്ഥാനത്തെയും പറ്റി നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. Blessed are those who share in the first resurrection. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. When we come to the final chapter of Revelation chapter 22 verse 7, then we read easy obedience. That is similar to Revelation chapter 1 verse 3. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യവുമായിട്ട് സാമ്യമുള്ള വാക്യമാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അവസാന അധ്യായത്തിന്റെ 7-ാം വാക്യം. Can someone read? Behold, I come quickly. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. One who obeys the words of this prophecy is blessed. Not the one who listens to it, not the one who reads, but the one who listens to it and obeys to it. ഈ വചനം കേൾക്കുന്നവൻ മാത്രമല്ല, ഈ വചനം പറയുന്നവൻ മാത്രമല്ല, അതനുസരിക്കുന്നവനാണ് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. In Revelation chapter 21 and 22 we see a new Jerusalem and new earth. The old earth has gone away and it is the beginning of a new Jerusalem, a new heaven and a new earth. പഴയ ആകാശം പഴയ ഭൂമി ഒഴിഞ്ഞു പോകുന്നു, ഒരു പുതിയ അനുഗ്രഹത്തിലേക്കുള്ള. It is a restoration. The theme for our convention is restoration. What is the final restoration? The restoration of heaven and earth. നമ്മൾ യഥാസ്ഥാനത്തെ പറ്റിയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്താണ് യഥാർത്ഥത്തിൽ യഥാസ്ഥാനം? ഈ പഴയ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയ ശേഷം ഒരു പുതിയ ആകാശ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നു. We are prepared for the new heaven and earth, a glorious new Jerusalem. നമ്മൾ ഒരു സ്വർഗീയ യെരൂശലേമിനായിട്ട്, പുതിയ ആകാശത്തിനായിട്ട്, പുതിയ ഭൂമിക്കായിട്ട് ഒരുക്കപ്പെടുന്നു. If you want to be part of that new Jerusalem, we should obey the word of God. Jesus is saying, look, I am coming soon. Blessed is the one who reads the words of this prophecy. Blessed is the one who keeps the words of this prophecy and return in the scroll. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാരായി തീരുന്നതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. So the word of God keeps us from evil. ദൈവവചനം നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ഇടയാക്കാൻ. Finally, in Revelation chapter 7 verse 22 chapter 40, the seventh saying is there. 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ 14-ാം വാക്യം. Blessed are those who wash their robes, so that they will have the right to the tree of life, for they will have the right to the tree of life, and may enter the city by gate. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന്, ഗോപുരത്തിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്ന ഭാഗ്യവാനാണ്. Where we see the tree of life, we read about tree of life in Genesis chapter 3, right? എവിടെയാണ് നമ്മൾ ജീവവൃക്ഷത്തെ പറ്റി വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ. Again we read about the tree of life in the last chapter of the Bible. Isn't it wonderful? ദൈവവചനത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ വീണ്ടും ജീവവൃക്ഷത്തെ പറയുന്നു. അത് വളരെ ആശ്ചര്യകരമായ കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Eating from the tree of life, ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുക. To enter the holy city, പുത്തനാം യെരൂശലേമിലേക്ക് പ്രവേശിക്കുക. And that is the perfect peace. That is going to be the final peace. ഓരോരുത്തരുടെ ജീവിതത്തിന് ഏറ്റവും സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിനോടുകൂടെ ഒരുമിച്ചുള്ള വാസമാണ്. If you are washed in the blood of Christ, we are saved. We will enter the city of God. ദൈവത്തിന്റെ പട്ടണത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കർത്താവിനാൽ കഴുകൽ പ്രാപിച്ചവരായിട്ട് തീരുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരുവാൻ, സമാധാനത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായിത്തീരും. Let me summarize what you are thinking throughout this sermon. ഈ പ്രസംഗത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിക്കാം. The peace in hearing the word of God. ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലുള്ള സമാധാനം. Peace in death, മരണത്തിലുള്ള സമാധാനം. Peace in watchfulness, കാത്തിരിക്കുന്നതിലുള്ള സമാധാനം. Peace in belonging to Christ, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നതിനുള്ള സമാധാനം. Peace in eternal hope, നിത്യതയിലുള്ള പ്രത്യാശയിലുള്ള സമാധാനം. Peace in obedience,
ഒരുപക്ഷെ ദൈവ വചനത്തെ അനുസരിക്കുമ്പോഴുള്ള അനുഗ്രഹം, പീസ് ഇൻ ഫൈനൽ ആക്സസ് ടു ഗോഡ്സ് കിങ്ഡം, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം. We can just summarize this into 3. You can just keep it in mind. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് 3 ആയിട്ട് സംഗ്രഹിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. Peace through the word of God. That is what we read in Revelation chapter 1 verse 3 and Revelation 22 verse 7. ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന സമാധാനത്തെ പറ്റിയാണ് വെളിപ്പാട് 1 അധ്യായം 3 വാക്യത്തിലും 22 അധ്യായത്തിൽ 7 വാക്യത്തിലും നമ്മൾ കാണുന്നത്. Peace through the hope. Peace through hope of resurrection. പുനരുത്ഥാനത്തെ പറ്റിയുള്ള പ്രത്യാശയിലുള്ള സമാധാനമാണ്. We read about it in Revelation chapter 14 verse 13 and Revelation chapter 20 verse 6. വെളിപ്പാട് 14 അധ്യായത്തിൽ 13 വാക്യത്തിൽ 26 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പുനരുത്ഥാനത്തിലുള്ള സമാധാനത്തെ പറ്റിയാണ്. And finally we read about peace through relationship with Christ. ക്രിസ്തുവിനോടുള്ള സമാധാനത്തെ പറ്റിയാണ്. That is what we read in Revelation chapter 16 verse 15, Revelation chapter 19 verse 9 and finally Revelation chapter 22 verse 14. വെളിപ്പാട് പുസ്തകം 16 അധ്യായത്തിൽ 15 വാക്യത്തിൽ 19 അധ്യായത്തിൽ 9 വാക്യത്തിൽ 22 അധ്യായത്തിൽ 14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ് സമാധാനം ലഭിക്കുന്നത്. No Christ, no peace. KNOW. കർത്താവിനെ അറിയുക, കർത്താവിന്റെ സമാധാനം ലഭിക്കുക. No Christ, no peace. No. ക്രിസ്തുവില്ലെങ്കിൽ സമാധാനമില്ല. If you are in Christ, Christ is our perfect peace. കർത്താവിൽ കൂടെയാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുവാനായിട്ട് സാധിക്കും. When we read Ephesians chapter 2 verse 14, we read that Jesus is our peace. In Isaiah chapter 9:6, there is a prophecy about Jesus Christ. യേശു കർത്താവിനെ പറ്റിയുള്ള വാഗ്ദത്തം യെശയ്യാ പ്രവാചകന്റെ 9 അധ്യായത്തിൽ കാണുന്നു. And he will be called a wonderful counselor, mighty God, everlasting Father and Prince of Peace. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. Jesus is the Prince of Peace. യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. God is the source of peace and God is not the author of God is the author of peace and not of confusion. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമത്ര. That is what we read in 1 Corinthians chapter 14 verse 33. 1 Corinthians 14 അധ്യായത്തിൽ 13 വാക്യത്തിൽ പറയുന്നു ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. God is our peace. Jesus is our peace. God is the source of our peace. And that is what we read in high priestly blessing. Sometimes we repeat that. നമ്മൾ മഹാപുരോഹിതന്മാരുടെ അനുഗ്രഹ പ്രാർത്ഥനയിൽ നമ്മൾ അതാണ് കാണുന്നത്. The Lord bless you and keep you. The Lord make his face shine upon you and be gracious to you. The Lord turn his face toward you and give you peace. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിക്കുന്നതിനോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകട്ടെ. അതാണ് അഹരോനി അനുഗ്രഹമായിട്ട്, ഹൈ പ്രീസ്റ്റ്ലി അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നത്. He is our peace. യേശുവാണ് നമ്മുടെ സമാധാനം. We cannot find peace anywhere else. വേറെ എവിടെയും നമുക്ക് സമാധാനം കണ്ടെത്തുവാനായിട്ട് സാധ്യമല്ല. When Jesus is inside, we will get inner peace. യേശു ഉള്ളിലുള്ളപ്പോഴാണ് നമുക്ക് സമാധാനം ലഭിക്കുന്നത്. We read Philippians chapter 4 verse 7, and the peace of God which transcends all understanding will guard your hearts and mind in Christ Jesus. അപ്പോൾ സർവബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലങ്ങളെ കാക്കുവാനായിട്ട് ഇടയായിത്തീരും. Jesus is saying that you may have peace within me. I am saying these things to you. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. And the peace of God that passeth all understanding, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. So God is the source of peace and Jesus is peace. What about Holy Spirit? Peace is the fruit of the Holy Spirit. ദൈവ ആത്മാവിന്റെ ഫലമാണ് സമാധാനം. When we read Galatians chapter 5 verse 22, I want all the youngsters to memorize this verse. ഈ വാക്യം നിങ്ങൾ ചെറുപ്പക്കാരനെ കാണാതെ പഠിക്കണമെന്നാണ് ഞാൻ ആഗ്രഹം. But the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness and self-control. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. So if you want to have that inner peace, let Christ be in us. Let the Holy Spirit move in us. ഈ സമാധാനം നമുക്ക് ആന്തരിക സമാധാനം ലഭിക്കണമെങ്കിൽ ക്രിസ്തു നമ്മിൽ വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കട്ടെ.
Can we have peace with others? That is what we read in Romans chapter 8, 12 verse 18. Living at peace with others. We are, as Christians, we are called to live peace with others. If it is possible, as far as it depends on you, live at peace with everyone. That is what we read as a second lesson. റോമാലേഖനം 12-ാം അധ്യായത്തിന് 18-ാം വാക്യം 2-ാം പാഠമായിട്ട് വായിച്ചു. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 18. കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. Can we be at peace with others? When we have inner peace, then only we can have peace with others. നമുക്ക് ആന്തരിക സമാധാനമുള്ളപ്പോൾ മാത്രമേ മറ്റുള്ളവരോട് സമാധാനം ഉണ്ടാക്കുവാൻ സാധിക്കൂ. Blessed are the peacemakers, for they will be called children of God. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സമാധാനത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. Isaiah chapter 26 verse 3 says, you will keep in perfect peace those whose minds are steadfast because they trust in you. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നുവെന്ന് യെശയ്യാവ് 26:3 കാണുന്നു. The word we read in the original Hebrew text is shalom, shalom. The word is repeated as shalom, shalom. സമാധാനം, സമാധാനം എന്നുള്ള പദം ആവർത്തിച്ചുകൊണ്ടാണ് പൂർണ്ണ സമാധാനം എന്നുള്ള പദം യെശയ്യാപ്രവാചകൻ 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണുന്നത്. So can we seek God and study the word of God to have a better understanding of peace? Can we have reconciliation with other people and ask God for restoration? മറ്റുള്ളവരുമായിട്ട് നിരപ്പിന്റെ അനുഭവം പ്രാപിച്ച് സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുമോ? ദൈവവചനം അതിന് നമ്മെ സഹായിക്കുവാനായിട്ട് ഇടയായിരിക്കും. Make every effort to live in peace with everyone and to be holy. That is what we read in Hebrews chapter 12 verse 14. ഇബ്രാഹിം 12-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് ഉത്സാഹിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, Matthew chapter 5 verse 10 again says, blessed are those who are persecuted because of righteousness, for theirs is the kingdom of heaven. നീതിക്ക് നിമിത്തം കഷ്ടപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കാണ് സ്വർഗ്ഗരാജ്യം ലഭിക്കുന്നത്. Who are going to inherit the eternal heaven, holy Jerusalem? Those who are peacemakers. ആരാണ് ഈ സ്വർഗീയ ജെറുസലേമിന് അവകാശിയായിത്തീരുന്നത്? കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവർ, സമാധാനം ഉണ്ടാക്കുന്നവർ, അവർ ഈ സ്വർഗീയ ജെറുസലേമിന് അവകാശിയായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീരും. So may God bless you and the Holy Spirit guide you and let Christ Jesus be in you. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിലിരിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ ഉള്ളിലിരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ. സമാധാനത്തിന്റെ കർത്താവായവൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. Now may the Lord of peace himself give you peace at all times. In every way the Lord be with you all. നിങ്ങളോട് എല്ലാവരോടും കർത്താവ് ഇരിക്കട്ടെ എന്നുള്ള സമാധാനം. What is exactly peace? Can we feel that peace within us? നമ്മുടെ ജീവിതത്തിൽ ആ സമാധാനം യഥാർത്ഥത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. I hope many of you have heard about the story of a peace. സമാധാനത്തെ പറ്റിയുള്ള ഒരു കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടു കാണും എന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ. Peace is not the absence of conflicts. മറ്റ് പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുന്ന ഒരു സമാധാനം. When everything is problematic, still we can have peace within us. എല്ലാ പ്രതിസന്ധി ആയിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമാധാനം ആയിരിക്കാനായിട്ട് സാധിക്കും. The story goes like this. There was a bird in a nest, singing bird. It was on a stormy evening. The wind was blowing like anything. The tree was shaking like anything, and it was on a riverside, and the flood is also coming up. But the bird is singing. ഈ ഒരു ചെറിയ കഥ പറയുന്നത്, ഒരു കുരുവി ഒരു മരത്തിലിരിക്കുന്നു, അതിന് കൂടിലിരുന്ന് പാട്ട് പാടുന്നു. എല്ലാ പ്രതിസന്ധി, കൊടുങ്കാറ്റടിക്കുന്നു, ജലപ്രവാഹം, ഈ ആറ്റുതീരത്തുള്ള ജലപ്രവാഹം ഉയരുന്നു. But the bird is still singing. അപ്പോഴും ആ കുരുവി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. When everything is in trouble, still we can sing. That is peace. എല്ലാം പ്രതിസന്ധി ആയിരിക്കുമ്പോഴും പാട്ട് പാടുവാൻ സാധിക്കുന്നെങ്കിൽ അതിനെയാണ് സമാധാനം എന്ന് പറയുന്നത്. A little squirrel came to this bird and asked, how can you have peace at this moment? ഒരു ചെറിയ സ്ക്വിറൽ കടന്നു വന്നിട്ട്, അണ്ണാൻ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയാണ് ഇപ്രകാരം സമാധാനമായിട്ടിരിക്കുവാൻ സാധിക്കുന്നത്? And the little bird said, God has given me 2 little wings. If whatever happens, I can fly. ആ
ആ കുരുവി പറയുന്നു, ദൈവം എനിക്ക് 2 കരങ്ങൾ തന്നിട്ടുണ്ട്, ഈ ചിറകുകൾ തന്നിട്ടുണ്ട്, എനിക്ക് പറക്കുവാനായിട്ട് സാധിക്കും. Prayer and praise can be 2 wings. പ്രാർത്ഥനയും വിശ്വാസവും ദൈവത്തെ സ്തുതിയും നമ്മുടെ ചിറകുകളായി തീരട്ടെ. Let God give us this inner peace. ഈ കുരുവിയെ പോലെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുവാനിടയാകട്ടെ. May God help us to see in heavenly kingdom if we are not going to see here anymore. ഇവിടെ നമ്മൾ കണ്ടില്ലെങ്കിലും നിത്യതയുടെ തുറമുഖത്ത് ഒരുമിച്ച് കാണുവാൻ ദൈവം സഹായിക്കട്ടെ. Can we pause for a moment? Let us pray. Gracious Lord, our Heavenly Father, we want to thank you and praise you for this wonderful time. Lord, as we come to the throne of grace, fill us with your Holy Spirit. Lord, the fruit of Holy Spirit, peace be within us. Lord, let Jesus Christ be within us. Whoever prays at this time, Lord, enter into their hearts, give them peace. Lord, there are several people who may be peaceful outside. They have going through some inner struggles. Lord, the Prince of Peace, Lord, enter into them and be a blessing to them, Lord. Lord, we know that we get peace through the word of God. We get peace through our hope, our eternal hope. We know that we get peace when Christ is within us, Lord. Lord, be within us. Come to our heart. Change our heart. When everything is in trouble, Lord, let your gracious word come to us. Lord, help us to fly like a bird. Lord, help us to be calm in the midst of troubles. ഇസ്ലാം ദൈവമേ, നിന്റെ കരത്തിലേക്ക് നിന്റെ ജനത്തെ സമർപ്പിക്കുന്നു. പുറമെ എല്ലാം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും അകമേ ഒരു സമാധാനം നൽകണം. പുറമെ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോഴും അകമേ നീറിപ്പോകുന്ന ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താഴെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനം ലഭിക്കട്ടെ. ദൈവിക സമാധാനം ലഭിക്കട്ടെ. ക്രിസ്തുവാകുന്ന സമാധാനം ഹൃദയങ്ങളിൽ നിറയപ്പെടട്ടെ. കർത്താവ്, നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ, ചിറകടിച്ചു പറക്കുവാൻ, കർത്താവിടെ മാത്രമല്ല നിത്യതയുടെ തുറമുഖത്തും നിന്നെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാനായിട്ട് ഞങ്ങളെ അവിടെ അനുവദിക്കണം. കർത്താവെ, ഞങ്ങളെ അവിടുത്തെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. Lord, we commit each and every one of us once again in your mighty care. Lord, let us be blessed and be a part of your eternal kingdom. കർത്താവെ, ഞങ്ങൾ ഇവിടെ മാത്രമല്ല നിത്യതയിലും അവിടുത്തെ ഗൃഹത്തിന് അവകാശികളായി തീരട്ടെ. We can find only rest in you, Lord. ഞങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാനായിട്ട് അവിടുത്തെ കരുത്തിൽ മാത്രമേ സാധിക്കൂ. We commit ourselves once again in your mighty King. Lord, let your divine peace, the peace that passeth all understanding, സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം, let that peace be within us, Lord. We commit ourselves in your mighty care. We ask this prayer in the most precious name of our Lord and Savior, Jesus Christ. Amen. May the grace of our Lord Jesus Christ, love of God, and the fellowship of the Holy Spirit be with us now and forever.